എന്താ ഉണ്ണി ഇങ്ങനെയൊക്കെ? ഉണ്ണിക്ക് കുടിക്കണമെങ്കിൽ ഇവിടെ വെച്ചായിക്കൂടെ? ഇവിടെ വെച്ച് കുടിച്ചാൽ നിന്നെ പറ്റി നാട്ടുകാര് പറഞ്ഞത് അറിയത്തില്ലല്ലോ. എന്നെ പറ്റി ആരെന്ത് പറഞ്ഞു? അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എന്തിനാ ഉണ്ണി എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത്? ഓ, ഞാനത് മറന്നുപോയി. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനത് ദോഷമാണല്ലോ. നീ കരയാൻ പാടില്ല. അതെ, നീ കരയുന്നത് പോലും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമാ. നിനക്കിപ്പോ റെസ്റ്റാ വേണ്ടത്. ചെന്ന് കിടക്ക്. പോ. ഉണ്ണി വരുന്നില്ലേ? വരണോ? അതിനൊക്കെ ആവശ്യമുണ്ടോ? എന്താ ഉണ്ണിക്ക് പറ്റിയത്? നിന്റെ കുട്ടി ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാ. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല? എങ്ങനെ മനസ്സിലാവാനാ? നിന്റെ കുട്ടി തന്നല്ലേ. അല്ല, അക്കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. അമ്മ നീ തന്നെ. എല്ലാവർക്കും സംശയം വേറൊന്നാ, ആരാ ഇതിന്റെ അച്ഛനെന്ന്. വേണ്ട, ഉടനെ വേണ്ട. ആലോചിച്ച് നാളെ കാലത്ത് പറഞ്ഞാ മതി. സലീം പറക്കലാണോ അതോ വേറെന്തൊക്കെയോ പേര് പറഞ്ഞ് കേട്ടല്ലോ. ആരായിരുന്നു? കിരണിന്റെ അടുത്ത് കറക്റ്റ് ആയിട്ടൊരു ആൻസർ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അതായിരുന്നു എന്റെ ടെൻഷൻ. ഓ, എന്തൊരു ടെൻഷനാ. ഒരു ഭർത്താവിന്റെ ഗതികേടെ. ഇങ്ങനൊന്നും പറയരുതുണ്ണി. ഞാനല്ല, ഈ ലോകം മൊത്തം അങ്ങനെ പറയുന്നത്. അത്രയ്ക്ക് ഫേമസ് അല്ലേ എന്റെ ഭാര്യ. ആരും അറിയാത്തവൻ ഈ ഞാനും. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ നിനക്ക്. അതിനുള്ള കഴിവുണ്ട്, സ്വത്തുണ്ട്, വീടുണ്ട്, കാറുണ്ട്. എനിക്കല്ലേ ഇതൊന്നും ഇല്ലാത്തത്. നാട്ടിൽ എന്റെ അമ്മയുടെ കൂടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയനെ ഞാൻ. നിന്റെ കുഞ്ഞിനൊരു അച്ഛന്റെ പേര് പറയാൻ, അത് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കേണ്ടിയിരുന്നില്ല മീര. തെറ്റായിപ്പോയി, വലിയ തെറ്റായിപ്പോയി. അതിന് മാത്രം നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ലേറ്റ് ആയില്ലേ? ഉണ്ണി ഇന്നലെ മൂക്കറ്റം കള്ളുടിച്ച് കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇന്നിന് സമയത്തിന് ഷോപ്പിലെത്താൻ പറ്റിയത് തന്നെ. ഇനി എവിടെ പോയാലും രാത്രി 8 മണിക്കെങ്കിലും തിരിച്ചെത്തണം. അതുവരെ മതി ആഘോഷം. ഇത് എന്തൊരിപ്പാ ഉണ്ണി ഇത്? ഉള്ള നേരം കളയാതെ റെഡിയാവാൻ നോക്ക്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ശരിയാക്കാം. വേണ്ട. എന്ത് വേണ്ടാന്ന്? ഞാനിന്ന് ഷോപ്പിൽ പോകുന്നില്ല. അതെന്താ? സുഖം തോന്നുന്നില്ലേ? മതി നിന്റെ സ്നേഹപ്രകടനം. അസലാവുന്നുണ്ട് അഭിനയം. അഭിനയോ? അയ്യോ പാവം, ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ? ഉണ്ണി ഇപ്പോഴും അത് തന്നെ ഓർത്തോണ്ടിരിക്കുകയാണോ? ഇന്നലെ കിരൺ ബോധമില്ലാതെ എന്തോ പറഞ്ഞെന്ന് കരുതി നീ അതിനെ എത്ര സിമ്പിൾ ആക്കാതെ മീര. പിന്നെ പിന്നെ എന്താ അത്? അത് ശരി, ഒട്ടും കോംപ്ലിക്കേറ്റഡും അല്ല, ആർക്കും എളുപ്പം മനസ്സിലാക്കുകയും ചെയ്യാം. എനിക്ക് മാത്രം അത് മനസ്സിലാക്കാനുള്ള ബോധം ഇതുവരെ ഉണ്ടായില്ല. എന്ത് മനസ്സിലായിന്നാ ഉണ്ണി പറയുന്നത്? എന്റെ വയറ്റിലുള്ളത് ഉണ്ണിയുടെ കുഞ്ഞല്ലെന്നാണോ? എന്റെ വയറ്റില് അവന്റെ ആദ്യത്തെ ചലനം തിരിച്ചറിഞ്ഞത് ഉണ്ണിയാണ്. നമ്മുടെ കുഞ്ഞ ഉണ്ണി. എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ ഉണ്ണി. തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട്. അതെല്ലാം പുറകിലാക്കി ശുദ്ധമായൊരു മനസ്സുമായിട്ട് ഞാൻ ഉണ്ണിയുടെ ജീവിതത്തിലേക്ക് വന്നത്. സത്യം ഉണ്ണി, സത്യം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്നെ കട നാട്ടിലേക്ക് വന്ന അന്നേ നീ പ്രഗ്നന്റ് ആയിരുന്നില്ലേ? എന്തൊക്കെയാ ഉണ്ണി ഈ പറയുന്നത്? പലരും പറയുന്നത് കേൾക്കാതെ ഉണ്ണിക്ക് തന്നെ ഒന്ന് ആലോചിച്ചൂടെ? എത്ര നാളായി ഞാൻ പ്രഗ്നന്റ് ആയിട്ട്? എത്ര നാളായി ഉണ്ണി നാട്ടിൽ നിന്ന് വന്നിട്ട്? ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാ നമ്മൾ സന്തോഷം എന്താന്ന് അറിഞ്ഞത്.
ഇല്ലാത്ത ഈ കാര്യത്തിന്റെ പേരും പറഞ്ഞ് ഉണ്ണി അത് ഇല്ലാതാക്കരുത്. ഞാൻ ഉണ്ണിയുടെ കാല് പിടിക്കാം. ഇത് നമ്മുടെ കുട്ടിയാ ഉണ്ണി. എനിക്ക് തെളിവ് വേണം. എന്ത് തെളിവ്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ തെളിയിക്കുന്നതിനുള്ള DNA ടെസ്റ്റ്. എന്താ അത് പറഞ്ഞപ്പോ മിണ്ടാട്ടില്ലാണ്ടായി പോയത്? നാവിറങ്ങിപ്പോയത് നിന്റെ? എല്ലാത്തിനും തെളിവ് വേണം. അതില്ലാതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. തയ്യാറുണ്ടോ നീ? ഇല്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം എവിടെ വെച്ച് അവസാനിപ്പിക്കാം. തരം. അതുകൊണ്ട് ഉണ്ണിക്ക് സമാധാനാവുമെങ്കിൽ അതും ചെയ്യാൻ ഞാൻ. പരസ്പരമുള്ള വിശ്വാസത്തെക്കാൾ വലിയൊരു തെളിവില്ല ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയില്. അതൊന്നും സാരമില്ല. അതും ചെയ്യാൻ ഞാൻ തയ്യാറ്. ഉണ്ണി മടങ്ങി വന്നപ്പോഴല്ല, എന്നെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന അന്ന് മുതൽ ഉണ്ണി മാത്രമേ ഉള്ളൂ എന്റെ മനസ്സില്. ഉണ്ണി വിശ്വസിച്ചാലേ ഇല്ലെങ്കിലും. അതൊക്കെ പോട്ടെ. നീ എവിടാ ടെസ്റ്റ് ചെയ്യുന്നത്? അന്വേഷിക്കാം. അത് ഞാൻ തന്നെ അന്വേഷിക്കാം. നീ ഇതെങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടുമില്ല. പിന്നെന്താ പതിവില്ലാതൊരു ഒരുക്കം? എന്താ എനിക്ക് ഒരുങ്ങിക്കൂടെ? ആ, നീ ഇവിടെ തന്നെ കാണുമല്ലോ. ഞാൻ അന്നയുടെ വീട് വരുന്ന് പോയിട്ട് വരാം. വേണ്ട, അമ്മ ഇപ്പൊ എങ്ങും പോണ്ട. ഈ നൈറ്റിയൊക്കെ മാറ്റി നല്ലൊരു വേഷം ഇട്ടോ. വ്യാസം ഗസ്റ്റ്. ആര്? അത് സർപ്രൈസ്. അമ്മ എണീറ്റ് ചെന്ന് എളുപ്പം റെഡിയാവ്. അവരിപ്പ ഇങ്ങ് എത്തും. നീ കളിക്കാതെ കാര്യം പറവണേ. അമ്മ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ? ഇല്ല. ആ, എന്നാ അമ്മ തോന്നിയ പോലെ ചെയ്തോ. ബിന്ദു, എടി ബീനമോള് വരുന്നുണ്ടോ? അതോ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അല്ല, അമ്മയ്ക്ക് എപ്പോഴും ബീന മോളുടെ വിചാരം മാത്രമേ ഉള്ളൂ. എനിക്കെപ്പോഴും സെക്കൻഡ് പ്ലേസാ. ആ, അതങ്ങനെ വരൂ. മോളെ, ഓ, ഇവിടെ വന്നിരിപ്പാണോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? അത് സത്യമായതുകൊണ്ട്. നീ ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി പറയാൻ പാടില്ലേ? നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ബീന ഇപ്പൊ വന്ന് അമ്മയോട് റെഡിയാവാൻ പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ അമ്മ ഒരുങ്ങില്ലായിരുന്നോ? ഏത് നരകത്തിലേക്കാണെങ്കിലും അമ്മ അവളുടെ കൂടെ പോവില്ലായിരുന്നോ? അത്രയ്ക്കൊക്കെ നീ ചിന്തിച്ചു തുടങ്ങിയോ? എല്ലാവരെയും മനസ്സിലാക്കാൻ നോക്കുന്നതാ എന്റെ കുറ്റം. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വിഷമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ ഒരുങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ഒരുങ്ങാം. അതവരാ. ഇനി ഒരുങ്ങണ്ട. ആര്? ആരായാലും എനിക്ക് സന്തോഷമുള്ള കാര്യം പറയാനാ അവര് വരുന്നത്. അവരോടൊരു മറുപടി പറയണം. അത് മാത്രം അമ്മ ഓർത്താ മതി. എന്നെ പരിചയമുണ്ടോ? ആ, ഉണ്ട്. വരൂ. ഇരിക്കൂ. ബിന്ദു ഇല്ലേ? ഉണ്ട്, അവൾ അകത്താ. ഞങ്ങൾ വന്ന എന്തിനാണെന്ന് സുമിക്കറിയായിരിക്കുമല്ലോ. കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാ. എങ്കിൽ പിന്നെ അധികം താമസിക്കാതെ നമുക്കതങ്ങ് നടത്തിക്കൂടെ? ഇങ്ങനെ വെച്ച് നിട്ടുന്നതിൽ വല്ല കാര്യമുണ്ടോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ സുമിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം. ഞങ്ങൾ ഹിന്ദുക്കളാണ്. വേറെയും ചില ഇഷ്യൂസ് ഉണ്ട്. എന്നാലും ഇവര് തമ്മിലുള്ള ഇഷ്ടമല്ലേ അതിനേക്കാളൊക്കെ പ്രധാനം. ബിന്ദു, നീ ഇവർക്ക് ചായ എടുക്ക.
ഇപ്പൊ കൊണ്ടുവരാം. ആരോ വരുന്നുണ്ടെന്നേ അവള് പറഞ്ഞുള്ളൂ. തെളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുമായിരുന്നു. ഏയ്, അതിലൊക്കെ എന്തിരിക്കുന്നു? എനിക്കാകെ കൂടെ ഉള്ളത് ഇവനാ, സുമിക്ക് ബിന്ദു. കേട്ടപ്പോ എന്തുകൊണ്ടും കൊള്ളാന്നെനിക്ക് തോന്നി. അതെ, പക്ഷേ ഇവൾക്കതിനുള്ള പ്രായമൊക്കെ ആയോന്നാണ് എനിക്ക്. നോക്കൂ സുമി, ഇവൻ തമാശയായിട്ട് പോലും ഒരു പെൺകുട്ടിയുടെയും കാര്യം ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഇതിൽ എത്രമാത്രം സീരിയസ് ആണെന്ന് എനിക്കറിയാം. പിന്നെ പ്രായം, ഒരു കല്യാണം കഴിക്കാനുള്ള മെച്യൂരിറ്റിയൊക്കെ ഇവനുണ്ടെന്നാ എന്റെ വിശ്വാസം. ബിന്ദുവിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയെന്നായിരുന്നു എനിക്ക്. ബിന്ദുവിന് കല്യാണം കഴിഞ്ഞു പഠിക്കാം, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ബിന്ദു അതാ പറഞ്ഞത്. ഓ, ഇവര് നമ്മളെ കൊണ്ട് വെറുതെ വേഷം കെട്ടിക്ക. ഒക്കെ ഇവര് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ആ ചടങ്ങ് നടത്തിയ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. അമ്മയ്ക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഐ അഷ്യൂർ യു. അതിന് എന്റെ കാര്യം ഒരു പ്രശ്നമേ അല്ലല്ലോ. അല്ല, അവൻ പറഞ്ഞെന്നേ ഉള്ളൂ. മോളിരിക്കെ. ഇവളുടെ സന്തോഷം, അതിനപ്പുറത്തൊന്നും എനിക്കില്ല. ഇവൾക്ക് പോലും അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഏയ്, ബിന്ദു അമ്മയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എതിർക്കൊന്ന് പേടിച്ചിട്ടാവും. എനിക്കിവള് മാത്രമേ ഉള്ളൂ. ഒരു മോളായിട്ടല്ല, ഒരമ്മയായിട്ട് സ്നേഹിച്ച് ശാസിച്ച് ലാളിച്ച് ഇവിടെ വരെ എത്തിച്ചത് ഇവളാ. ആ ഇവളെ ഞാൻ എന്തിനാ എതിർക്കുന്നത്? അമ്മേ, നീ കണ്ടോ, ഇത്രേ ഉള്ളൂ ഇവള്. ഒരു പൊട്ടിക്കളി. അമ്മയ്ക്കിഷ്ടായി. നീ കണ്ടുപിടിച്ച ചെറുക്കനെ. ആ, നിങ്ങൾ ചായ കുടിക്ക്. ഇതിന് ഇത്ര വലിയ നാടകത്തിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്ത് കാര്യവും ഇവൾ എന്നോട് തുറന്നു പറയുമെന്നാ ഞാൻ കരുതിയത്. മക്കള് വലുതാവുമ്പോ നമ്മളും അത് മനസ്സിലാക്കണമല്ലോ. സുമിക്കറിയാന്നാ ഞാൻ കരുതിയത്. ഏയ്, അതൊന്നും സാരമില്ല, ഒന്നും സാരമില്ല. കുടിക്ക്. ജോസ് ചായനോട് കൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ നീതുവിനെ വിളിക്കാം. ആയിക്കോട്ടെ. ജോസിനോട് ഇവൻ ഹിന്ദി ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് സംസാരിക്കണമല്ലോ. ഓക്കെ, എന്നാൽ ഇനി യാത്രയില്ല. പോട്ടെ മോളെ. അയ്യോ, എന്താ ഇത്? എണീക്ക്. നന്നായി വരും. എന്നാ ശരി സുമി, പോട്ടെ. I'm sorry അമ്മേ. അടി. വാ. അവൾക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്ത് പറയാനാ ചായ? വിജയ് ഒരിക്കൽ എന്നോടത് സൂചിപ്പിച്ചിരുന്നു. ഉവ്വ്, അവനത് പറഞ്ഞു. അന്നേ അവനതിൽ സീരിയസ് ആണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ പിന്നീട് നിന്നോടത് സംസാരിക്കാഞ്ഞത്. വെറുതെ നിന്നെ ടെൻഷൻ അടുപ്പിക്കണ്ടെന്ന് കരുതി. എന്നാലും ഇത്ര പെട്ടെന്നൊരു പ്രൊപ്പോസലുമായി അവർ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ടെൻഷൻ അവളെക്കുറിച്ച് മാത്രമായിരുന്നില്ലേ ചായ? അവൾക്കൊരു നല്ല ഭാവി, അത്രമാത്രം. പക്ഷേ അവൾ അതും കടന്ന് ചിന്തിച്ചു. വിജയ് പറയായിരുന്നു, ഈ കല്യാണം കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പം വരില്ലെന്ന്. എനിക്ക് എന്ത് കുഴപ്പം വരാനാ? എന്റെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളുടെ ഇഷ്ടം ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് അവളും പേടിച്ചു. അതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. അവരങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നിന്നെ ഒറ്റയ്ക്കാക്കരുതെന്നേ അവർ കരുതിയിട്ടുണ്ടാവൂ. അതെ, അങ്ങനെ അവൾക്ക് ചിന്തിക്കാൻ പറ്റൂ.
ഞാൻ അങ്ങനെയാ അവളെ വളർത്തിയത്. ഏതായാലും അവര് തന്നെത്താനെടുത്ത തീരുമാനമല്ലേ, ഇനിയിപ്പോ അതങ്ങ് നടക്കട്ടെ, അതാ നല്ലത്. ഇച്ചായനോട് ചോദിച്ചിട്ട് വിജയനോട് മറുപടി പറയാന്നാ ഞാൻ പറഞ്ഞത്. വിജയനെ നമുക്ക് കുഞ്ഞുനാൾ മുതൽ അറിയാവുന്നതല്ലേ. ഹിസ് എ ഗുഡ് ബോയ്. ദേ വിൽ മേക്ക് എ ഗുഡ് പെയർ ടു. പിന്നെ പ്രായം, പഠിത്തം, ജോലി, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അതൊക്കെ അവരുടെ വിധി പോലെ വരട്ടെ. അതിനേക്കാൾ വലിയ വിഷമം പ്രായം കൊണ്ട് അവളേക്കാൾ മൂത്തത് ബീനയല്ലേ. അവള് നിൽക്കുമ്പോ എങ്ങനെയാ ബിന്ദുവിന്റെ കെട്ട് നടത്തുക? അവള് ഞങ്ങളുടെ മോളല്ലേ സുമി, പിന്നെങ്ങനെയാ അതൊരു വിഷയമാകുന്നത്? അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതെ, അതുതന്നെയാ ഞാൻ എന്നെയും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നേ. നമുക്ക് ഗ്രാൻഡായിട്ട് നടത്തണം. എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ ഇവിടെ വെച്ച് മതി. നീ നീതുവിനെ വിളിച്ച് പറഞ്ഞേക്ക്, ഞാനും നീതുവിനോട് സംസാരിക്കാം. ആൻസി ഒന്നും അഭിപ്രായം പറഞ്ഞില്ല. എനിക്ക് സമ്മതമല്ല. ആ ഒപ്പീനിയനിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ. എന്താ ആൻസി? നമുക്ക് ചേരുന്ന ഒരു ബന്ധമല്ല അത്, കുടുംബവും അല്ല. ദാറ്റ് ഇസ് മൈ വ്യൂ. ആൻസി എന്താ അങ്ങനെ പറഞ്ഞത്? നോക്ക് സുമി, നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. കുട്ടികളുടെ ഇഷ്ടവും ശരി തന്നെ. പക്ഷേ ബിന്ദുവിനെ ആ കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് നിന്റെ കൺവെൻഷന്റെ കുഴപ്പമാണ്. ആയിരിക്കാം. എന്റെ മോളാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. പിന്നെ ബിന്ദുവിന്റെ കാര്യം, അത് സുമിക്ക് തീരുമാനിക്കാം. എന്താ ചായ ഇത്? ഏയ്, നീ അത് കാര്യാക്കണ്ട. അവൾക്ക് നീതുമായി എന്തോ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് പറയുന്നതാ. ലെറ്റ് us proceed with this. ഒക്കെ നന്നായി വരുമോളെ. എന്തായി കഴിഞ്ഞോ? ഇല്ല, ഇനി ഉണ്ണിയെ വിളിക്കും. ഇത് എത്ര പ്രാവശ്യമായി? ഇതിന് മാത്രം എന്താ ഇത്ര ഫോർമാലിറ്റീസ്? അവന്റെ ഒരു പ്രോമിസറി നോട്ടും കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റും. Mr. Unikrishnan, come Yeah? here. Madam, we have been waiting here for the last 1 hour. I just need it in an urgent way. I can't wait anymore. Are you Mr. Unikrishnan? Yeah, I told you. Okay, Mr. Unikrishnan, we'll have your DNA samples now. Okay. Have you had anything for your breakfast? No. Okay. If you want, you can have it here. Oh, please wait. See, ma'am, I already told you we have been waiting here for the last 1 hour. It's quite hectic Yeah. for us. Yeah, I know. I've got some other job to do. This is not the last job for me to come and sit here waiting for the report. You had already promised me that you would be giving Cool me more down time. now. It's really hard for us to wait here. ഊണ് കഴിക്കാം ഉണ്ണി. ഊണോ? എന്തിന്? I am full. Almost complete. ഉണ്ണി, എന്റെ ക്ഷമയ്ക്കൊരു ലിമിറ്റ് ഉണ്ട്. ദിസ് ടു മച്ച്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? എന്നെ തല്ലുവോ, കൊല്ലുവോ, അതോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കോ? ആ, നിനക്ക് എന്തും ചെയ്യാലോ. അതിനുള്ള ആൾബലമുണ്ട്, ആൺബലമുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. കുറെയായി ഞാനിത് കേൾക്കുന്നു. ആ. ഇതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഐ ആം ഷുവർ. ഷുവർ? അത് നമുക്ക് നാളെ അറിയാം. ഉണ്ണി ഇത്ര ചീപ്പാവരുത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ കേൾക്കുന്നതാ, നാളെ രാവിലെ അറിയാം, നാളെ രാവിലെ അറിയാന്ന്. ഉണ്ണിക്ക് എന്താ അറിയാൻ ആഗ്രഹിക്കുന്നത്? ഇത് ഉണ്ണിയുടെ കുഞ്ഞല്ലെന്നാണോ? അതല്ലേ ഉണ്ണി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ കുഞ്ഞ് ഇതിന് നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല ഉണ്ണി. ഉണ്ണി ടെസ്റ്റ് നടത്താൻ പറഞ്ഞു, ഞാനത് ചെയ്തു. That ends the matter. That's all. നോ, അങ്ങനെ എളുപ്പം തീരില്ല ഇത്. നിനക്കെല്ലാം സിമ്പിളാ. ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് നടക്കാം, ആരെ പേടിക്കണ്ട. എന്താ എന്താ ഉണ്ണി പറഞ്ഞോണ്ട് വരുന്നേ? ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടാത്തോണ്ട് നിനക്കും വേണ്ട. ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ. അപ്പൊ ടെസ്റ്റ് നടത്തിയത്?
അത് ഒരു ദിവസം മെനക്കെട്ടു, അത്രയല്ലേ ഉള്ളൂ. പോട്ടെ, ആ കാശും പോട്ടെ. കാശ് പോയാ ഉണ്ടാക്കാം, മാനം പോയാ അതുപോലാണോ? കാശിന്റെ അല്ല ഉണ്ണി, നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ എന്നെ ഈ വേഷം കെട്ടിച്ചത് അതല്ല ഉണ്ണിയുടെ തമാശയായിരുന്നോ? പണ്ട് നീ എന്നെ കൊണ്ട് കുറെ വേഷം കെട്ടിച്ചില്ലേ? അല്ലെങ്കിൽ ഇത് പണ്ടാക്കണം. ഇപ്പൊ പിന്നെ ഞാൻ ആരാ? വെറും ഒരു പടം. എനിക്ക് നിന്നെ പോലെ അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. അതൊന്നും അല്ല കാര്യം. പിന്നെ പിന്നെ എന്താ ഇതൊക്കെ? നീ എന്റെ കുപ്പി പൊട്ടിച്ചല്ലടി. Now tell me. വെരി ഗുഡ്. ഇനി ഫ്രീ ആയിട്ട് സംസാരിക്കാം. കാര്യം വളരെ സിമ്പിളാ. ഈ കുട്ടി അതൊരു ശല്യമാവണ്ട. പിന്നെ ഈ ജനിക്കുന്ന കുട്ടി അവനായാലും അവളായാലും അവർക്കും ഒരു ശല്യമാവണ്ട. ജീവിതകാലം മുഴുവൻ എന്നോട് ചോദിച്ച ചോദ്യം അവനോട് ചോദിക്കും. DNA സർട്ടിഫിക്കറ്റ് കൊണ്ടുനടന്ന് നാട്ടുകാരെ കാണിക്കാൻ പറ്റുമോ? നമുക്കിതിനെ അങ്ങ് വേണ്ടെന്ന് വെക്കാം. ഇപ്പോഴാണെങ്കിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോ ഉണ്ണിക്കറിയാം ഇത് ഉണ്ണിയുടെ കുട്ടിയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ നീ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് എന്നോട് ടെസ്റ്റിന് വരില്ലല്ലോ. അതോ ആ ക്ലിനിക്കുമായിട്ട് നിനക്ക് വല്ല അഡ്ജസ്റ്റ്മെന്റും ഉണ്ടോ? ആര് കണ്ടു? അപ്പോ അങ്ങനെയാണല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. നിനക്കെന്താ വിരോധമുണ്ടോ? ഉണ്ട്. ഈ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. നീ വേണ്ട, അതാ ഡോക്ടർ ചെയ്തോളും. 6 ദിവസത്തെ പണിയുള്ളേക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാക്കി മീരി, അതാ നിനക്ക് നല്ലത്. എന്നെ തൊടരുത്. എന്താ ഇപ്പൊ ഒരു പുതുമ? അതിനുള്ള യോഗ്യത ഇനി ഉണ്ണിക്കില്ല. ഓ, നീ വലിയ യോഗ്യതക്കാരി. എന്റെ കുപ്പി പൊട്ടിച്ച് ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല അല്ലേ? മര്യാദക്ക് പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. എന്താ ഇപ്പൊ ഞാൻ വേണ്ടത്? ഈ പൊട്ടിയ കുപ്പി എനിക്ക് തിരിച്ചു വേണം. ഇപ്പൊ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? അത്രേ ഉള്ളൂ. ആ, എന്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞല്ല, ഈ കുപ്പിയാണ് നിങ്ങൾക്ക് വലുതല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കുഞ്ഞില്ല. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കേ ഓക്കേ, ഈ കുപ്പിയല്ലേ ഉണ്ണിക്ക് വേണ്ടത്? I will get it. I will get it for you. നിനക്കത് ഭ്രാന്താണോ? Yes. Yes, I am mad. മീര, How much this? $15. Okay. Excuse me. Yes. Your balance, please. Okay, thank you. നീ ഇതോടെ പോയി. ഇത് കുടിച്ചോ, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. നീ ഇത് വാങ്ങിക്കാൻ പോയതാണോ? ഉണ്ണിയുടെ ഒരാഗ്രഹവും ഇനി ബാക്കി നിൽക്കണ്ട, ഇഷ്ടം പോലെ അയക്കോ. സർപ്രൈസ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ പഴയതുപോലെ കരഞ്ഞ് ബഹളം വെച്ച് ജോസിനെ വിളിക്കാൻ പോയെന്നാ ഞാൻ വിചാരിച്ചത്. ഇല്ല, ഇനി ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അതുകൊണ്ട് പ്രയോജനമില്ല. ഇനി ആർക്കും ഉണ്ണിയെ രക്ഷിക്കാനും പറ്റില്ല. നിന്റെ ഒരു ശാപത്തിന്റെ കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ, അതുമായി. ആയിക്കോട്ടെ, നിനക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാൻ പറ്റില്ല, അതാ പ്രോബ്ലം. ഒരിക്കലും ചേരാത്തതായിരുന്നു നമ്മൾ, അതാ റിയൽ പ്രോബ്ലം. വാട്ടെവർ. ഇനി ഉണ്ണിയുടെ സ്ഥിതി പഴയതിലും മോശമാവും. ദിവസം മുഴുവൻ ഇരുന്ന് കുടിക്കും. ബാക്കി സമയം ഉണ്ടെങ്കിൽ എന്നോട് വഴക്കിടും. എല്ലാം പഴയതുപോലെ. എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ഒട്ടുമില്ല. ഐ ആം നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഐ ആം ജസ്റ്റ് നോട്ട്. വേണ്ടെങ്കിൽ വേണ്ട. താങ്ക്സ്. താങ്ക്സ് ഫോർ എവറിത്തിങ്. എന്തിന്? ഗുഡ് ബൈ. ഗുഡ് ബൈ ഉണ്ണി.
ഹലോ. ഇല്ല, നാളെ ക്ലാസ് ഇല്ല. ഇനിയോ? ഇനി ക്ലാസ് ഇല്ല. The classes are over. Everything is over. Everything. Everything is over.